ചുവന്നുടുപ്പ്, അതിനു മുകളിൽ ചുറ്റിയിട്ടിരിക്കുന്ന നീലമേലങ്കി, ഇരുവശങ്ങളിലായി 12 മാതാക്കന്മാർ, അഴിച്ചിട്ടിരിക്കുന്ന മുടി, 12 നക്ഷത്രങ്ങൾ അലങ്കരിക്കുന്ന ശിരസ്, പ്രാവിൻ്റെ രൂപത്തിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് പെയ്തിറങ്ങുന്ന സൂര്യശോഭ, മേഘപാളികളിൽ നിറയെ മാലാഖക്കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നു. മറിയത്തിൻ്റെ പതിവുകളിൽ നിന്ന് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് കയ്യിലുള്ള റിബണാണ്. കെട്ടുപിണിഞ്ഞു കിടക്കുന്ന ഒരറ്റം ഒരു മാലാഖയുടെ കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. 80കളിൽ ഉപരിപഠനത്തിനായി ജർമ്മനിയിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സഭാംഗങ്ങളെ സന്ദർശിക്കുന്ന സമയത്ത് ഓക്സ്ഫോർഡിലെത്തി മാർപ്പാപ്പയ്ക്ക് ഈ ചിത്രം വളരെ ഇഷ്ടമായി. ഈ ചിത്രം മാർപ്പാപ്പ കൊണ്ടുപോയി. അർജന്റീനയിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം എങ്ങും വ്യാപിച്ചു. 2021 മെയ് മാസാവസാനം വത്തിക്കാൻ പൂന്തോട്ടത്തിൽ വെച്ച് കൊറോണ മഹാമാരിയുടെ അന്ത്യത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജപമാല പ്രാർത്ഥന നടത്തി. ഈ ചടങ്ങിൻ്റെ അവസാനം വിലയേറിയ ഒരു കിരീടം മാർപ്പാപ്പ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൽ അണിയിച്ചു. ശാന്തമായ കടല് പോലെ മുഖമുള്ള, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മിഴികളുടെ തിളക്കമുള്ള ഒരമ്മ. കണ്ണു നിറയുമ്പോഴും ചങ്കുപിടയുമ്പോഴും ചോര പൊടിയുമ്പോഴുമൊക്കെ ഏതൊരു കുഞ്ഞിൻ്റെയും ചുണ്ടിലെത്തുന്ന ആദ്യാക്ഷരമായ അമ്മ എന്ന വാക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വളരുന്തോറും ഈ വാക്കിനുള്ള ഉത്തരം അവസാനിക്കേണ്ടതും നമ്മുടെ അമ്മയിലാണ്. മാതൃത്വം പേറുന്ന എല്ലാ അമ്മമാർക്കും എന്നും ആധിയാണ് കുഞ്ഞുങ്ങളുടെ കുരുത്തക്കേടുകളെ ഓർത്ത്. നമ്മുടെ അമ്മമാരോടൊപ്പം മക്കളുടെ കുരുത്തക്കേടുകളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സ്വർഗീയ അമ്മ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ കുരുക്കുകളും അഴിച്ച് സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിവുള്ള അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ കുരുത്തക്കേടുകളുടെ എല്ലാ കെട്ടുകളും അഴിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളെ അടിമപ്പെടുത്തുന്ന തിന്മയുടെ കുരുക്കുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് അങ്ങയുടെ പ്രിയപുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കുരുക്കഴിക്കുന്ന മാതാവേ
നീ വഴിന